പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളും നിരായുധരുമായവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു. തനിക്ക് സിന്ദൂരം ചാർത്തിയ പ്രിയപ്പെട്ടവൻ്റെ ചേതനയറ്റ ശരീരത്തിനരികെ സർവവും നഷ്ടപ്പെട്ട് ഒരു യുവതി മതവും പേരും ചോദിച്ച് ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് പോയിന്റ് ബ്ലാങ്കിൽ അവർ നിറയൊഴിച്ചപ്പോൾ ഈ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചു കാണില്ല. ഈ തിരിച്ചടി അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഓപ്പറേഷൻ സിന്ദൂർ. ഈ പ്രത്യാക്രമണത്തിൽ ഞാനും ഇന്ത്യൻ ആർമിയോടൊപ്പം. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷം ഇന്ത്യൻ ആർമിക്ക് സപ്പോർട്ട് എന്ന രീതിയിൽ എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതിനു വേണ്ടി എങ്ങനെയാണ് ടൈപ്പോ ചെയ്യുക എന്നതായിരുന്നു 2 ദിവസത്തെ ചിന്ത. ഉറക്കത്തിലേക്ക് വഴുതി വീഴും വരെയും ആലോചനയിലാണ്ടു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:30 ഉറക്കം ഞെട്ടി. കിട്ടി. യുദ്ധവിമാനം വെച്ച് ടൈപ്പോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നേരെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. ഇതിന് പേപ്പറിൽ സ്കെച്ച് ചെയ്തിരുന്നില്ല. ഗൂഗിളിൽ നിന്നും ഒരു യുദ്ധവിമാനത്തിൻ്റെ ക്ലിപ്പാർട്ട് എടുത്ത് അഡോബ് ഇലുസ്ട്രേറ്ററിൽ വെച്ച് ചെറുതായി സ്കെച്ച് ചെയ്തു. മറ്റ് ടൈപ്പോഗ്രാഫികളെ അപേക്ഷിച്ച് ഇങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പവും സുഖവുമുണ്ട്. ഇതിൽ എന്ത് തെറ്റ് വന്നാലും അത് നമുക്ക് ഒരു ഡിസൈനാക്കി മാറ്റാവുന്നതാണ്. യുദ്ധവിമാനത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ടൈപ്പോ തയ്യാറാക്കുകയും ശേഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ടൈപ്പോയുടെ ഭംഗിക്ക് വേണ്ടി അക്ഷരത്തിൽ രൂപമാറ്റങ്ങൾ വരുത്താവുന്നതുമാണ്. അപ്പോഴും റീഡബിലിറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം എടുത്തു ഇത് പൂർത്തിയാക്കുന്നതിന്. എല്ലാ ശിലകളിലും ഒരു ശില്പം ഒളിഞ്ഞിരിക്കുന്നു എന്നതുപോലെ ഏതു രൂപത്തിൽ വേണമെങ്കിലും നമുക്കൊരു ടൈപ്പോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.